അനാസ്ഥ അല്ലാണ്ട് എന്താ പറയാ? നിങ്ങൾക്കെങ്കിലും ഒന്ന് കയറ്റി വെപ്പിക്കുക. എന്റെ ഇത്രാണി അയാൾക്ക് പോയിട്ട് എന്തെങ്കിലും അത്യാവശ്യം കാണും. എന്ത് അത്യാവശ്യം? 10 രൂപ ചോദിച്ചാൽ കൊടുക്കൂലേ? നമ്മള് അകത്തേക്ക് വെച്ചാൽ എന്താ? 10 രൂപ? നീ ഇപ്പോഴും നമ്മുടെ പഴയ കൽക്കത്ത കാലത്തേക്കാ. എടോ 10 രൂപ ഒന്നും ഒരു തുകയല്ലടോ. നീ 1 ലക്ഷം ഒന്നും കൊടുക്കില്ലല്ലോ. ഇനിയിപ്പോ താരെ കൊണ്ട് നാട്ടിലേക്ക് എടുത്തു വെപ്പിക്കുക. കുട്ടൻ ഈ വഴിയെങ്ങാനും വരുമോ? അവനതിനെ വിളിച്ചാൽ കിട്ടും. നാട്ടുകാരുടെ അത്യാവശ്യം കഴിഞ്ഞിട്ട് വേണ്ടെന്ന്. നിങ്ങൾ വേണ്ടാത്ത പണിക്ക് പോണ്ടാട്ടോ. ആ പറഞ്ഞത് ശരി തന്നെയാ. ഈ നാട്ടിലെ എല്ലാ പണിക്കും കൂട്ടം തന്നെ വേണമല്ലോ. കിണർ വൃത്തിയാക്കലായാലും പറമ്പ് കളക്കലായാലും വളമിടലായാലും. കുട്ടനെ വിളിക്കാത്ത എന്തെങ്കിലും പണി നാട്ടിൽ നടക്കുമോ? നീ എന്തിനാ വെറുതെ അവനെ കുറ്റപ്പെടുത്തുന്നത്? എന്റെ ഇന്ദ്രാണി, നീ പണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടില്ലായിരുന്നല്ലോ. നീ ബാംഗ്ല ഒക്കെ മറന്നോ? എന്റെ ചുണ്ടിൽ നിന്നും മധുരമുള്ള ബാംഗ്ല വാക്കുകൾ കേൾക്കാൻ കൂടി തോന്നുന്നു. എത്ര കാലായി. তুমি খুব সুন্দর দেখতে। তুমি বাংলা ভুলে যাওনি। আমরা তো বসে কালকাতায় ছিলাম, তাই আমি বাংলা ভাষা ভুলে যাইনি। ওটা ঠিক আছে। അല്ല, കൽക്കത്തയിൽ ജനിച്ചു വളർന്ന നമ്മളിങ്ങനെ മാഷെ ബാംഗ്ല ഭാഷ മറക്കുന്നേ? അല്ല, എന്തിപ്പോ ഇങ്ങനെ തോന്നുന്നത്? അതെ, ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് നല്ലൊരു സുന്ദര സ്വപ്നം കണ്ടു. നമ്മുടെ പഴയ കൽക്കത്ത കാലം എന്നെ വിട്ടുപോകുന്നില്ല. നീ അവരുടെ രീതിയിൽ സാരിയൊക്കെ എടുത്ത് വലിയ പൊട്ടൊക്കെ തൊട്ട്, ഞാനാണ് ഗിറ്റാറൊക്കെ വായിച്ച്. നല്ല സുന്ദര സ്വപ്നമായിരുന്നു കേട്ടോ. ഞാനാണോ നല്ല സുന്ദരന്ന് വരില്ലേ? നീ അന്നും ഇന്നും സുന്ദരിയല്ലേ? എന്റെ ഗിറ്റാറൊക്കെ എവിടെ പോകും? എനിക്ക് ഗിറ്റാറൊക്കെ വായിക്കാൻ തോന്നുന്നു. ഇപ്പോ ആ ഗിറ്റാർ മാത്രമേ ബാക്കിയുള്ളൂ. ശരിയാ, കൂടെ മക്കളുണ്ടാവുമെന്ന് കരുതി. മക്കളും ഇല്ല, സംഗീതവും ഇല്ല.
ഇപ്രാവശ്യം ഓണത്തിന് ഈ പാവങ്ങൾ കാണാൻ പറ്റില്ല എന്ന് പറയാനായിരുന്നു കേട്ടോ. നിനക്കതങ്ങ് എടുത്തൂടെ? എന്നോട് സംസാരിക്കാനാണെങ്കിൽ എന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നു. ആ മോനെ പറയടാ. അച്ഛാ സുഖല്ലേ? ആ പരമസുഖം. അച്ഛാ ഞാൻ വിളിച്ചതേ എന്റെ മാർക്കറ്റ് അസിസ്റ്റന്റ് അനിൽ നാട്ടിലേക്ക് പോന്നിട്ടുണ്ട്. ഒരാഴ്ച നമ്മുടെ ടൗണിലും എന്തൊക്കെയോ പണികളുണ്ട്. നമ്മുടെ വീട്ടിൽ താമസിച്ചോളട്ടെ, അവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടായില്ല. ഓ അതിനെന്താ? അച്ഛന് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. അമ്മയോട് ചോദിക്കണം. ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? അമ്മ കേൾക്കുന്നുണ്ട്, ഫോൺ സ്പീക്കറിലാ. അമ്മേ, ഞാനാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് മട്ടിൽ വേണം അനിലിനെ കണക്കാക്കാൻ. അവനെ ഞങ്ങൾ അനിൽ കുംബ്ലെ എന്ന ചെല്ലപ്പേരായിട്ട് വിളിക്കുന്നത്. അനിൽ കുംബ്ലെയോ സച്ചിൻ ടെണ്ടുൽക്കറോ ആരായാലും കുഴപ്പമില്ല, നിന്റെ കൂട്ടുകാരനല്ലേ, വരട്ടെ. അപ്പൊ ശരി, അവൻ ഇന്ന് ഉച്ചയോടുകൂടി വരുമാനിക്കും. ഞാൻ വെക്കുന്നു, നാളെ വിളിക്കാം. ശരി മോനെ. എന്താ അവന്റെ ശബ്ദത്തിനൊരു മാറ്റം പോലെ? ഏയ് നിനക്ക് തോന്നിയതായിരിക്കും. കുറെ ആയില്ലേ ദേവിനെയും ഡയനെയും ഒക്കെ കണ്ടിട്ട്. അവരെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. कहीं दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए, चुपके से आए। कहीं दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए, चुपके से आए, मेरे ख्यालों के आंगन में कोई सपनों के दीप जलाए, दीप जलाए। कहीं दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए। ആ കുട്ടി ഉച്ചയോടും കൂടി വരുന്നല്ലോ പറഞ്ഞേ. എപ്പോ വന്നാലും തിരക്കിടില്ല. എന്തായാലും അവൻ വരുന്നതിന് മുന്നേ ഊണ് റെഡിയാക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്തോളാം. നീ ദേഷ്യപ്പെടല്ലേ, ഞാൻ ഓർമ്മപ്പെടുത്തിട്ടേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങള് നമ്മൾ നോക്കിയിരുന്നു, പിന്നെ ആരും നോക്കാറില്ല. അല്ല പിന്നെ നിങ്ങൾ നമ്മുടെ മുറ്റത്തുക്കുന്ന ചെമ്പളം കണ്ടിരുന്നോ? അതങ്ങ് ആകാശത്തേക്ക് കുതിച്ചു പോയി തുടങ്ങി. കുറ്റം വരുമ്പോ വെട്ടിക്കണം. പെരയ്ക്ക് മേലെ ചെമ്പകം വളർത്ത് ദോഷം എന്ന് പറയണേ. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഈ മഴയൊന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു. ചെമ്പകത്തെ പറ്റി പറഞ്ഞപ്പോഴാ, പണ്ട് സോനാകച്ചില് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പാവാടയും ബ്ലൗസ് ഇട്ട് നീ വരുന്ന കാലം ഓർമ്മയുണ്ടോ നിനക്ക്? അന്ന് എന്നും മുടിയിൽ നീ ചെമ്പകപ്പൂക്കൾ ചൂടായിരുന്നു. ആ ചെമ്പകപ്പൂക്കളുടെ മണം എന്നെ ഇന്നും വല്ലാണ്ട് വിട്ടുപിടിപ്പിക്കുന്നു. അല്ല നീ നീ അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഏക മലയാളി പെൺകുട്ടി നീയായിരുന്നു. আমার সুন্দর নারী, তুমি আমার একমাত্র স্বপ্ন হবে। তুমি বসো হ্যান্ডসাম, আমরা নিয়ে নিয়েছো। गुलाबी बागे चंपा चमेली, गुलाबी बागे। चंपा चमेली गोलाबी
আসেনি তো আগে চম্পা চমেলি গোলাপেরি বাগে চম্পা চমেলি গোলাপেরি বাগে ഞാൻ അനിൽ. ഓ, അനിൽ കുംബ്ലെ. അവൻ അതും പറഞ്ഞു, അങ്കിളത് ഓർത്തിരിക്കുകയും ചെയ്തു. മാർവലസ്, എക്സൈറ്റിംഗ്. പിന്നെ ഒരു കാര്യം, ഞാൻ അറിയാണ്ട് അങ്കിളെന്ന് വിളിച്ചു പോയി. തുടർന്ന് അങ്ങനെ വിളിച്ചോട്ടെ. എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ആന്റി എന്നും. അതിനെന്താ മോനെ, ഇപ്പൊ തൽക്കാലം മോനെ അകത്തേക്ക് വാ. മോന്റെ മുറി ശരിയാക്കിയിട്ട് പിന്നെ ലഞ്ച് റെഡിയാണ്. വാ. ഇതിന് കിച്ചൺ അഡ്മിറ്റ് ആയിട്ടല്ലേ? അയ്യോ, അതൊന്നും കുട്ട വന്നോ മോനെ? കുട്ടൻ എപ്പോഴും വന്നോട്ടെ. കുട്ടി. നല്ലൊരു ഊണ് കൊണ്ടിട്ട് കുറെ കാലമായി തേജത്തിന് കിട്ടിയ ഒരു സ്പ്ലാഷ്. ഒരു പീസ് കേക്ക് എടുക്കും. അതെ, ഭക്ഷണം കഴിഞ്ഞാൽ ഒരല്പം മധുരം മാഷിന് നിർബന്ധമാണ്. എപ്പോഴും ഇല്ല കേട്ടോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാത്രം അല്ലേ? ശരിക്കണ്ട. സ്വീറ്റ് 65 ആൻഡ് സ്വീറ്റ് 60. ചെറുപ്പക്കാരായ നവദമ്പതികൾ കേക്ക് കഴിക്കുന്നത് അത്ര നല്ലതല്ല. ഓ, അങ്ങനെ. നിങ്ങളുടെ കൊളസ്ട്രോൾ നിലവാരം എങ്ങനെയാണ്? ഓ, ഞങ്ങൾക്ക് തൽക്കാലം ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ ഒന്നുമില്ല. സാരമില്ല, ശ്രമിച്ച ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പിന്നെ അങ്കിൾ, എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 1.25 മണിക്കൂർ, ദാറ്റ് ഈസ് 1 hour 15 minutes എക്സാക്ട്ലി ഉറങ്ങണം. പോയി ഉറങ്ങിക്കുമോ? നിങ്ങൾ രണ്ടുപേരും ശല്യം ചെയ്യാണ്ട് കളിച്ചോളണം. എന്താ? ഹലോ. ഹലോ അച്ഛാ, അനിൽ എത്തിയില്ലേ? അവനെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ലല്ലോ? അവൻ നല്ല കുട്ടിയവനെ. എന്താ ഇപ്പോ 5 മണിക്ക് ഒരു ഓട്ടോ വന്നായോ അവനെ അതിൽ കയറിപ്പോയി. ഞാൻ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർ പോവുകയാണ്. ചിലപ്പോൾ അത് കഴിഞ്ഞേ വിളിക്കും. ആരാ? ദൈവമാണോ? അതെ അതെ അതെ, അവനെന്തോ യാത്രയിലാണ്. കുറച്ച് അവനെ വിളിച്ചാൽ കിട്ടില്ല. അപ്പോ അച്ഛാ, ഞാൻ വെക്കുന്നു. അമ്മയോട് വിളിച്ചായിട്ട് പറയൂട്ടോ. ഓക്കെ ഓക്കെ. എങ്ങോട്ട് യാത്ര പോകുന്നു? അറിയില്ല. ये रातें मौसम नदी का किनारा एक चंचल हवा स्प्लैश. അങ്കിൾ, ഇതിൽ ആരുടെ പാട്ടുകളായിരുന്നു ഒന്ന് ഗസ് ചെയ്യാമോ? ഒരു ക്ലൂ തരുമോ? സിനിമ?
ക്ലാസിക്കൽ? ക്ലൂ ഒന്നുമില്ല, കേട്ടോളൂ. आपकी पसंद ये रातें ये मौसम नदी का किनारा मेरा दीवानापन है मोहब्बत का सुरूर ये मेरा दीवानापन है ആഹാ, യഹൂദിയിലെ സലീംദായുടെ ഗാനം. അത് മുകേഷിന്റെ ശബ്ദത്തിൽ. കൊത്ത സുന്ദർ. അങ്കിൾ, അങ്കിളിന് മുകേഷിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ദേവ്ജീസ് പറഞ്ഞത്. ഓ, അവൻ പറഞ്ഞതല്ലേ? ആന്റിക്ക് ലതാജിയാണല്ലോ ഇഷ്ടം കഴിക്കാൻ. സ്പ്ലാഷ് അതും കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? എൻജോയ്. സ്വഭാവമല്ലേ മോനെ? നമ്മുടെ മക്കള് പോലും ഇങ്ങനെയൊന്നും നമുക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അതെ അതെ അതെ. तमन्ना दिल को है तुझसे ही प्यार चाहे तू എന്താ ഇന്ദ്രാണി മോളിൽ നിന്ന് ശബ്ദം? ഞാൻ പോയി നോക്കി വരാം. അങ്കിൾ, കൂടെ ചേരുന്നോ? ബോഡി ഫിറ്റ്നസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഏത് പ്രൊഫഷണൽ ആണെങ്കിലും വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് എന്നെ പോലുള്ള ആൾക്ക് അലക്ഷൻ പല ക്ലൈമറ്റിനോടുള്ള പൊരുത്തപ്പെടണം. യുനോ, ബോഡി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സ്പ്ലാഷ്. യെസ് സർ. അതെ, ഞാൻ രാവിലെ കുറച്ച് നടക്കാറുണ്ട്. എനിക്കതൊക്കെ മതി. ഓഹോ, അങ്ങനെയോ? നമ്മളെയും നമ്മുടെ ശരീരത്തിനും ശരീരത്തിൽ നമ്മൾ തന്നെ നോക്കണം. എന്താ, ശരിയല്ലേ? ശരിയെന്നെ ശരിയെന്നെ. പിന്നെ മോനെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാണ്. താഴേക്ക് പോകണേ. അങ്കിള് പോയി, അങ്കിള് നടന്നോ, ഞാൻ വന്നേക്കാം. ഓക്കെ. Hey, you know, what is the most important? ഇത് അരയിൽ വന്നതിന്റെ മാറ്റങ്ങളാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ആന്റി, സ്റ്റവിലൊരു ബർണർ കത്തുന്നില്ല. ഞാൻ വൈകിട്ട് വരുമ്പോ ശരിയാക്കി തരാം. എന്താ ആന്റി ഇങ്ങനെ പോണ്? ഇന്ന് കാലത്ത് ആന്റി ചട്നി ഉണ്ടാക്കാൻ കേട്ടായിക്കൊടുത്ത് ഞാൻ അടുക്കളയിൽ വന്നു തേങ്ങ ചെല്ലിട്ടെന്ന് ഓർക്കണ്ട. സ്റ്റവ് കത്തിക്കാൻ പാടുകൂടെ ഉണ്ടായിരുന്നില്ലേ? മറന്നു. വയസ്സായിരിക്കുന്നു. അങ്കിളെ, ശ്രദ്ധമാണ്. ഓ, നമ്മുടെ ഓട്ടോക്കാർ സൂപ്പർ. ഗൺ ടൈം എത്തിയിരിക്കുന്നു. അങ്കിൾ, നീ നോക്ക്, കൃത്യം 10 മണി. ഈ വർഷത്തെ ഇയാൾക്ക് ഈ വർഷത്തെ പങ്ക്ച്വാലിറ്റി നാഷണൽ അവാർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. എന്താണ് ഇവരൊക്കെ? ഓ ആന്റി, ആട്ട, ചെറിയ ഉള്ളി, പഞ്ചസാര, ചായ ഇതെല്ലാം തീരാറായിരിക്കും. കുറച്ച് പച്ചക്കറികളും വേണം. ഞാൻ വൈകിട്ട് വരുമ്പോ കൊണ്ടുവരും. മോനെ, വേണ്ട മോനെ. അതൊക്കെ ഞാൻ വാങ്ങാനിരുന്ന ഇവരുടെ എന്തിനാ ഈ തിരക്കേണ്ടത്? അങ്കിൾ, ഞാൻ കൊണ്ടുവരും എന്നാണോ കൊണ്ടുവരാം എന്നാണോ പറഞ്ഞത്? Remember it. Come on, come on.
ഓക്കെ, കൊണ്ടുവരും തന്നെ. യെസ്, അതിന് ഒരു അർത്ഥമേ ഉള്ളൂ. ഇറ്റ്സ് ഡൺ. സ്പ്ലാഷ്. റയർ പീസ്. ഇന്ദ്രാണി, ഇതൊന്ന് ആ കുട്ട വരുമ്പോൾ നന്നാക്കിക്കണോ? ഞാൻ എപ്പോഴും പറയുന്നത്. പിന്നീട് ഞാൻ എപ്പോഴും പറയുന്നല്ലോ കുട്ടനെ ഞാൻ വീട് വേണ്ടി ഇന്നെ വിളിച്ചു കിട്ടവനെ. ആ പണി പഠിച്ചല്ലോ. ഇങ്ങനെയുണ്ടോ കുട്ടികളല്ലേ? ഓ, അവന്റെ കാര്യം പറയുന്നു. അതൊരു റയർ പീസാ. 5 ദിവസം കൊണ്ട് അവൻ ഈ വീടിന്റെ മുഖച്ചായ മൊത്തം മാറ്റിയിരിക്കുന്നു. ഒരു നിമിഷം അടങ്ങിയിരിക്കില്ല. ശരിയാ. മേശയും കസാരയും അലമാരയും ഒക്കെ സ്ഥാനം മാറ്റി, കട്ടൻ വരെ മാറ്റി. അവൻ അറിയാത്തതായിട്ട് ഒരു പണിയില്ല. നമ്മുടെ മോളുടെ കല്യാണത്തിന് മുന്നാണ് അവനെ കണ്ടിരുന്നെങ്കിൽ അല്ലേ? ആ, മോൻ പെട്ടെന്ന് തിരിച്ചെത്തിയല്ലോ. ഓക്കെ ഓക്കെ, എന്തായാലും മോർണിംഗ്. യെസ്, എക്സാക്ട്ലി ഐ വിൽ ബി ദേർ. ഓക്കെ ഓക്കെ. അങ്കിൾ, ഐ എം വെരി സോറി. എനിക്ക് ഉടനെ മാറണം. എനിക്ക് ബാംഗ്ലൂർ നാളെ നമുക്ക് ബാംഗ്ലൂർ എത്താം. ഒരു എമർജൻസി മീറ്റിംഗ്. അയ്യോ, ഹലോ. മോനെ, ഈ രാത്രി തന്നെ പോണോ? വേണോ ആൻറ്റി? എനിക്ക് വരാം. എനിക്ക് എപ്പോഴും എനിക്ക് സൗകര്യം കിട്ടുമ്പോൾ ഞാൻ വരാം. വിരഹദുഃഖം കലശലായിട്ടോ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കും കുട്ടികളെ. ഇരിക്കട്ടെ ഒരു സ്പ്ലാഷ്. സ്പ്ലാഷ്. ഇന്ദ്രാണി, വീണ്ടും നമ്മൾ ഒറ്റക്കായി. ഇതേതോ പറ്റിയില്ലാത്ത. ഹലോ. ഹലോ അങ്കിൾ, ഞാൻ അനിൽ. അനിൽ, ഇതാ ഞാൻ ഇപ്പൊ ഇവിടെ അടുത്ത് പറഞ്ഞിട്ടേ ഉള്ളൂ. നിന്റെ ഒരു വിവരമില്ലല്ലോ. കുറെ ദൂരം പോന്നു കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതി. നിങ്ങൾ രണ്ടുപേരും എന്നോട് കാണിച്ച സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇക്കാലത്ത് ഭൂമിയിൽ ശുദ്ധ മനസ്സുള്ളവർ വളരെ കുറവാണ്. അതിനെന്തിനാ മോനെ നന്ദിയൊക്കെ? ഞങ്ങൾക്ക് ഇതൊക്കെ സന്തോഷമേ ഉള്ളൂ. ഒരു നീണ്ട തീവണ്ടി യാത്രക്കിടയിലാണ് ഞാൻ അങ്കിളുടെ മോൻ ദേവ്ജിത്തിനെ പരിചയപ്പെടുന്നത്. നിങ്ങളെ പോലെ തന്നെ പരമശുദ്ധൻ. വീട്ടിലെ എല്ലാ കാര്യങ്ങളും എന്നോട് വിശദമായിട്ട് തന്നെ പറഞ്ഞു. യാത്രക്കിടയിൽ പരിചയപ്പെടുന്നവരോട് ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഒടുവിൽ ഞാൻ ദേവ്ജിത്തിനെ കാണുമ്പോൾ ചോരയിൽ കുളിച്ചിരിക്കുകയായിരുന്നു. അങ്കിൾ, ദേവ്ജിത്തിന്റെ ശബ്ദത്തിൽ
ഫോണിൽ സംസാരിച്ചതൊക്കെ ഞാനായിരുന്നു. ഇത്താടി കുറച്ച് വെള്ളം എടുക്കുക, കുറച്ച് വെള്ളം വെള്ളം നീ വെള്ളം എടുക്കുക. അങ്കിൾ ഷോക്ക്ഡാ വരുന്നത്. യൂറോയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണവും പണമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കുറച്ച് ലേറ്റസ്റ്റ് ആവട്ടെങ്ങൾ കണ്ടു. അത് ബോൾഡായിരിക്കും. പിന്നെ കേരളത്തിൽ കാണപ്പെടാത്തതായ കുറച്ച് ആവരണങ്ങൾ കണ്ടു. അത് നിങ്ങളുടെ ബംഗാളിനകത്ത് ഓർമ്മയായിരിക്കും അല്ലേ? അത് എന്റെ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്. എന്തിന്? അത് മാത്രം? നിങ്ങളുടെ ശുദ്ധ മനസ്സോർത്തപ്പോൾ കാര്യം പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നു. പിന്നെ ധനം കെട്ടിക്കിടക്കുന്നത് നല്ലതല്ല, അത് വിനിമയം ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ മാർക്കറ്റിന്റെ ആളാണ്. ഞാൻ എന്നെ തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഉടൻ തന്നെ നിങ്ങൾക്ക് ഹൈദരാബാദിൽ നിന്ന് ഒരു അപ്ഡേറ്റ് വരും. അങ്ങളെ ശമിക്കരുതേ. കുറച്ച് പണത്തിന് സ്വർണത്തിന് വേണ്ടി നീ അവനെ എന്ത് ചെയ്തവ? സംഭവിക്കാറുള്ളതൊക്കെ സംഭവിച്ചല്ലേ തീരൂ. ഹലോ ഹലോ, നമ്മുടെ മോനവൻ, അവന്റെ സ്പ്ലാഷ് കുമ്പളെ എടി അവൻ ഫ്രോഡായിരുന്നു. നമ്മളവന് സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു. അല്ല, അതിനേക്കാൾ നമുക്കുള്ളതെല്ലാം അവൻ കൊണ്ടുപോയി. അറിയില്ല ഇന്ദ്രാണി, അറിയില്ല അറിയില്ല ഇന്ദ്രാണി.